ആരംഭിക്കലാമാ. അങ്ങനെ കേരളത്തിലെ BJP അടിമുടി മാറുകയാണ്. കേസ് നയിച്ചപ്പോൾ BJPക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ലേ എന്ന് ചോദിക്കുന്നവരോട് മാറി. ഒരുപാട് മാറ്റങ്ങൾ BJPയിൽ സംഭവിച്ചു. ഒരുപാട് പേർ BJPയെ സ്നേഹിക്കാൻ തുടങ്ങി, BJP അറിയാൻ തുടങ്ങി, BJPയിലേക്ക് വരാൻ തുടങ്ങി, ഒരു മൂന്നാം മുന്നണി വേണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങി. അതിൻ്റെ തെളിവാണ് തൃശ്ശൂരിൽ ഒരു BJP MP ഉണ്ടായത്. സുരേഷ് ഗോപി എന്ന സിനിമാ നടനും മനുഷ്യ സ്നേഹിയും ഒക്കെയായ ഒരു MP ഉണ്ടാവാനുള്ള കാരണം. ഇപ്പോൾ ഏഷ്യനെറ്റിലെ കൂട്ടക്കരച്ചിലാണ്. കഴിഞ്ഞ ദിവസം വടയാർ സുനിൽ സാർ പറഞ്ഞത് സത്യത്തിൽ ചിരിച്ചുകൊണ്ടാണ് ഞാനത് കേട്ടത്. സുനിൽ സാർ പറഞ്ഞത്, കേരളത്തിൽ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്, അത് ആരാണെന്നറിയാമോ? അതാണ് സിന്ധു സൂര്യകുമാർ. അതായത് സിന്ധു സൂര്യകുമാർ കുംഭമേളയെ അവഹേളിച്ചു, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ ഉന്നയിച്ചു. ആ സിന്ധു സൂര്യകുമാർ ഇനി ചാനൽ ഉടമ കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ എങ്ങനെ വിമർശിക്കും? തെറ്റ് ചെയ്താൽ അത് ആരായാലും വിമർശിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ രാജീവിനെ വിമർശിക്കാൻ ഇനി ഏതായുധമാകും സിന്ധു എടുക്കുക? അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് CPMൻ്റെ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദനെ പോലെയോ കോൺഗ്രസിൻ്റെ പാർട്ടി അധ്യക്ഷനായ K സുധാകരനെ പോലെയോ ആയിരിക്കില്ല. രണ്ടുപേരുടെയും സ്വഭാവവും രണ്ടുപേരുടെ വർത്തമാനവും രണ്ടുപേർ പറയുന്ന രീതി നിലപാടുകളുമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ്. ഒരു മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകനല്ല രാജീവ് ചന്ദ്രശേഖർ. ഒരു ഗ്രൂപ്പിസവുമില്ല. കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ച് ഗ്രൂപ്പുകളുടെ അയ്യരുകളിയാണെന്ന് നമ്മുടെ നാട്ടിൽ ഈ നാടൻ ഭാഷയിൽ പറയും. അപ്പോൾ അതായത് ഒരുപാട് ഗ്രൂപ്പുകളുടെ ഒരു മേള തന്നെയുണ്ട് കോൺഗ്രസ്സിൽ എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഇടതുപക്ഷവും അങ്ങനെ തന്നെയാണ്. പറയുന്ന നിലപാടുകൾ, അതായത് ആരെങ്കിലും എന്തെങ്കിലും വിമർശിച്ചാൽ അവർക്കെതിരെ അച്ചടക്ക നടപടി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ, എന്ത് തെമ്മാടിത്തരം ചെയ്താലും പാർട്ടിയെ അനുകൂലിച്ച് പോഴ്ത്തിയും പറയുന്നവർ മാത്രം മതി പാർട്ടിക്കുള്ളിൽ എന്ന നിലപാട് സ്വീകരിക്കുന്നവ ആണ് ഗോവിന്ദൻ മാഷും K സുധാകരനും. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയാകില്ല. ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിലേക്ക് കടന്നു വരുന്നത്. മാത്രമല്ല ഒപ്പം ശോഭാ സുരേന്ദ്രനെയും യുവത്വങ്ങളുടെ കരുത്തായി മാറിയ ഊർജ്ജസ്വലനായ ഷോൺ ജോർജിനെയും കൂടി ഒപ്പം കൂട്ടുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ശോഭാ സുരേന്ദ്രനെയും MD രമേശിനെയും V മുരളീധരനെയുമാണ് സംസ്ഥാന അധ്യക്ഷനായി പരിഗണിച്ചത്. K സുരേന്ദ്രനെ ഒരു ഘട്ടത്തിൽ പോലും ദേശീയ നേതൃത്വം വിശ്വാസത്തിലെടുത്തില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. V മുരളീധരന് ദേശീയ നേതൃത്വത്തിൽ പ്രധാന പദവി കിട്ടും. ജനറൽ സെക്രട്ടറി ആക്കുമെന്നാണ് സൂചന. നാഗ്പൂരിലെ RSS നേതൃത്വവുമായി മുരളീധരനുള്ള അടുപ്പം ഇതിലെല്ലാം നിർണായകമാകും. BJP സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ RSS നിർദ്ദേശങ്ങളൊന്നും ഇത്തവണ ഉണ്ടായില്ല. അതിനാൽ രാജീവിന്റെ പേര് ദേശീയ നേതൃത്വത്തിന് നിശ്ചയിക്കാനും കഴിഞ്ഞു. അതിനുശേഷം RSSനെ അറിയിച്ചു, അവരും അംഗീകരിച്ചു. കേരളത്തിലെ ഒരു നേതാവ് പോലും ഇതൊന്നും അറിഞ്ഞതും ഇല്ല. കേരളത്തിൽ വോട്ടുയർത്തുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. കുറെ കാലമായി അധ്യക്ഷനാകാൻ ശോഭ ആഗ്രഹവും പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ശോഭയ്ക്ക് കൂടി അംഗീകരിക്കാൻ ഉതകുന്ന തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിക്കുന്നത്. കോർ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിച്ചത്. കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത് രാജീവിന്റെ പേരാണ്. ഈ നിർദ്ദേശം യോഗം അംഗീകരിക്കുകയായിരുന്നു. നാമനിർദ്ദേശ പത്രിക സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നൽകിയെങ്കിലും പ്രഖ്യാപനം ഉണ്ടായി. നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും ഉടൻ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ K സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നേക്കുമെന്ന് പ്രചരിച്ചു. സംസ്ഥാന പ്രസിഡന്റാകാൻ താല്പര്യമില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ മുൻപ് കേന്ദ്രത്തെ അറിയിച്ചത്. എന്നാൽ യുവാക്കളെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും സമൂഹ മാധ്യമങ്ങളിലൂടെ സാന്നിധ്യം ശക്തമാക്കാനും രാജീവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് കേന്ദ്ര നേതൃത്വം നിലപാട് എടുക്കുകയായിരുന്നു. മാത്രമല്ല ഈ ഏറെക്കാലത്തിന് ശേഷം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ശോഭാ സുരേന്ദ്രൻ വരുമെന്നും കോട്ടയത്ത് നിന്നുള്ള ഷോൺ ജോർജിനും പ്രധാന പദവി നൽകുമെന്നും ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആയ ഷോൺ ജോർജിനെ നേതൃത്വത്തിലെ പ്രധാനിയാക്കും. നിലവിലെ പല ഭാരവാഹികൾക്കും പദവി നഷ്ടമാകും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ജോർജ് കുര്യൻ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മാറും. അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിന് ജനറൽ സെക്രട്ടറി പോലും ആകാൻ കഴിയും. ക്രൈസ്തവരുമായുള്ള ബന്ധം സുദൃഢമാക്കുന്നതിനാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. BJPയിൽ ദീർഘകാലമായി തുടരുന്ന
പഴയ മുഖങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ കുടുങ്ങിയവരെ കോർ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തില്ല തുടങ്ങിയ നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ, പെൺപുലിയായ നേതാവിന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശോഭാ സുരേന്ദ്രൻ ഒരു ക്ഷിപ്രകോപിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കോപം വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവർ പറയാത്ത കാര്യങ്ങൾ, അവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പലരും അവർക്കെതിരെ തിരിയുമ്പോൾ അതിന് തക്കതായ മറുപടി ശോഭാ സുരേന്ദ്രൻ നൽകാറുണ്ട്. ഒരു വനിതാ അധ്യക്ഷ BJPയുടെ പ്രധാന പദവിയിലേക്ക്, അല്ലെങ്കിൽ ഒരു വനിതാ അധ്യക്ഷയാകണം BJPയുടെ എന്ന് BJP അണികൾ തന്നെ പലപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനാണ് അതിൻ്റെ ലോട്ടറി അടിച്ചത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാടുകൾ, നീക്കങ്ങൾ, ലക്ഷ്യങ്ങൾ, BJPയുടെ വളർച്ച ഒക്കെ എങ്ങനെയാകും എന്നുള്ളത് കൃത്യമായി കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുകയും ചെയ്യും. മാത്രമല്ല, തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വരെ വിറപ്പിച്ച ഒരു സമീപനം ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ. ആ നിലപാട് കൂടി കൈക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഇനി കാത്തിരിക്കേണ്ട നിമിഷങ്ങൾ തന്നെയാണ്. BJP മാറുമോ? വിമർശകർ ഒരുപാട് പേരുണ്ട്. സന്ദീപ് വാര്യർ അടക്കമുള്ളവർ BJPയെ രാജീവ് ചന്ദ്രശേഖർ വിലക്ക് വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ BJPക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ രാജീവ് ചന്ദ്രശേഖർ ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ടെക്നോളജിയിലൊക്കെ പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ അതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ആളാണ്, രാഷ്ട്രീയത്തിൽ അത്രത്തോളം പരിചയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷേ പരിചയത്തിനപ്പുറം ഗ്രൂപ്പിസം ഇല്ലാത്ത ഒരു നേതാവാണ്. ആ നേതാവിന് എല്ലാവരെയും, ഗ്രൂപ്പുകളിൽ പെടാത്ത നേതാവിനാകുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും ഒരുമിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയും എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര നേതൃത്വം കണ്ടത്. മാത്രമല്ല, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2026 കേരളത്തിൽ BJP 30-ലധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഒരു 5 or 6 സീറ്റെങ്കിലും ലഭിക്കണമെങ്കിൽ ഗ്രൂപ്പിസം ഇല്ലാത്ത ഒരാൾ തന്നെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരണം. എങ്കിൽ മാത്രമേ അണികളുടെ കൂടി പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് താഴെത്തട്ടിൽ ഇറങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയൂ. അത് കൃത്യമായി BJP മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി വിമർശനങ്ങൾ ഉയരാം. ഒരു അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ കേൾക്കാതെ അല്ലെങ്കിൽ തനിക്കൊപ്പം നിൽക്കുന്നവർ പറയുന്നത് മാത്രം കേട്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യക്ഷനാകുമോ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ഇരുന്നപ്പോഴും അതിനുശേഷം തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തിയപ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുകളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നെ ഈ കോൺഗ്രസിന് പ്രാതിനിധ്യമുള്ള മേഖലകളിൽ പോലും വലിയ രീതിയിൽ വോട്ട് പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായി തന്നെ BJP കാണുന്നുണ്ട്. അപ്പോഴും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തി, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലകളിലൊക്കെ കൂടുതൽ ഇടപെടലുകൾ നടത്തി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.